സ്വയം വിമർശനം നടത്തുക, പോരായ്മകളുണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരുത്തലുകൾ. വ്യക്തികളുടെ മാത്രമല്ല സംഘടനകളുടെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഈ പ്രക്രിയ അനിവാര്യമാണ്. അത്തരമൊരു നീക്കമാണ് CPM നടത്തുന്നത്. സംഘടനാപരമായി CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രക്രിയ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കേരളം പോലെ ഇടതുപക്ഷത്തിന് ആഴത്തിൽ വേരോട്ടമുള്ള ഒരു സംസ്ഥാനത്ത് CPM-നേറ്റ തിരിച്ചടിയുടെ കാരണങ്ങൾ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം മാത്രമല്ല, മൊത്തത്തിൽ സംഘടന നേരിടുന്ന പ്രതിസന്ധികൾ തിരിച്ചറിഞ്ഞ് തെറ്റുതിരുത്തലുമായി മുന്നോട്ട് പോകുകയാണ് പാർട്ടി. അതുകൊണ്ട് തന്നെ CPM കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ റിപ്പോർട്ട് പാർട്ടിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് അനുകരണീയമായ മാതൃകയാണ്. ക്രിയാത്മകമായ നിരവധി വിമർശനങ്ങളും തിരുത്തലുകളും റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ കാരണങ്ങളിൽ ഒന്ന് ഭരണവിരുദ്ധ വികാരമാണെന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിണറായി സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്ക് ഭരണത്തിൽ നിയന്ത്രണം ഉണ്ടായിരുന്നില്ലെന്ന സ്വയം വിമർശനവും റിപ്പോർട്ടിലുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പിണറായി വിജയനിൽ മാത്രം കേന്ദ്രീകരിച്ചത് ശരിയായില്ലെന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. VS തിളങ്ങി നിൽക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വ്യക്തിപൂജയില്ലെന്ന വിമർശനം ഔദ്യോഗിക പക്ഷം ഉയർത്തിയിരുന്നു. എന്നാൽ ഇതേ CPM തന്നെ പിണറായി വിജയനെ സ്തുതിക്കുന്ന പാട്ടുകൾക്കും തിരുവാതിരക്കളിക്കും ഫ്ലെക്സ് ബോർഡുകൾക്കും നേരെ നിശബ്ദത പാലിച്ചു. പാർട്ടി ജനറൽ സെക്രട്ടറിയായ MA ബേബിക്ക് മുകളിൽ പിണറായി വിജയനെ പ്രതിഷ്ഠിച്ചതും സാധാരണ പ്രവർത്തകരുടെയും CPM അനുഭാവികളുടെയും എതിർപ്പിന് കാരണമായി. പിണറായിയെ ക്യാപ്റ്റനാക്കി ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ട CPM-ന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. എന്നിട്ടും പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവായി തുടർന്നു. ഇതും വലിയ പ്രതിഷേധമുയർത്തി. കേന്ദ്ര കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഈ പ്രവണത തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുന്നത് CPM-ലെ സാധാരണ പ്രവർത്തകർക്ക് ആശ്വാസം നൽകുന്ന നീക്കമാണ്. എന്നാൽ തെറ്റുതിരുത്തൽ കൂടി നടന്നാലേ തിരുത്തൽ പ്രക്രിയ പൂർത്തിയാക്കൂ. പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചാരണത്തിൽ പാളിച്ച ഉണ്ടായതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരാളിൽ തന്നെ എല്ലാം കേന്ദ്രീകരിക്കുന്നുവെന്ന തെറ്റായ പ്രചാരണത്തിന് ഇത് കാരണമായി. പാർട്ടി എതിരാളികൾക്ക് അടിക്കാനുള്ള വടിയായി ഇത് മാറി. നേരത്തെ ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതായിരുന്നു CPM-ന്റെ രീതി. ഈ നിലപാടിൽ പാളിച്ചുണ്ടായി. പാർട്ടിയുടെ യുവജന സംഘടനകൾക്ക് സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടാൻ സാധിച്ചില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മകൾ, ഭരണവിരുദ്ധ വികാരം, രാഷ്ട്രീയമായ പ്രചാരണത്തിന്റെ കുറവ് എന്നിവയെല്ലാം കേരളത്തിലെ പരാജയത്തിന് കാരണമായി പാർട്ടി വിലയിരുത്തുന്നു. നേതാക്കൾക്കിടയിലെ അഴിമതി, ധാർഷ്ട്യം, ആഡംബര ജീവിതം എന്നിവയെല്ലാം പാർട്ടിയുടെ പ്രതിച്ഛായ തകർത്തതെന്ന സ്വയം വിമർശനവും CPM നടത്തുന്നുണ്ട്.